ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ ബ്യൂട്ടി എന്ന തെലുങ്ക് സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അരികിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സിനിമയിലോട്ട് കടക്കാം. മൂവി സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ SI പ്രതാപ് നമ്മുടെ മൂവിയിലെ മെയിൻ ക്യാരക്ടറായ അർജുനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. വേദനിക്കുന്നുണ്ടോടാ? ചെറുപ്പം മുതൽ ലാളിച്ചു വളർത്തിയ മകളെ പ്രേമത്തിന്റെ പേരിൽ അവരിൽ നിന്നും അകറ്റി തെരുവിലേക്ക് കൊണ്ടുവരുന്ന നിന്നെ പോലെയുള്ള തെമ്മാടികളെ എന്താണ് ചെയ്യേണ്ടത്? ഇനിയൊരിക്കൽ ആരെങ്കിലും പ്രേമം എന്ന പേര് പറയണമെങ്കിൽ തന്നെ വിറയ്ക്കണം എന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ അർജുൻ ആരാണെന്നും അവന്റെ പ്രണയകഥ എന്താണെന്നും അറിയാൻ ഇവിടെ സ്റ്റോറി കുറച്ച് ദിവസങ്ങൾക്ക് പിന്നിലേക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. സീൻ കട്ട് ചെയ്ത് നമ്മുടെ മൂവിയിലെ മെയിൻ ക്യാരക്ടറായ അലേഖയെ കാണിക്കുന്നു. അലേഖ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. തന്റെ ഫാമിലിയിൽ തന്റെ പേരൻസും അനിയനുമുണ്ട്. അലേഖയുടെ അച്ഛന്റെ പേര് നാരായണ, അമ്മ ലക്ഷ്മി ഒരു ഹൗസ് വൈഫ് ആണ്. നാരായണയുടേത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. നാരായണ ക്യാബ് ഡ്രൈവറായി ജോലി ചെയ്ത് കിട്ടുന്ന കുറച്ച് പണം കൊണ്ട് തന്റെ ഫാമിലിയെ ഹാപ്പിയായി നോക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്തെന്നാൽ നാരായണയ്ക്ക് തന്റെ മകൾ അലേഖ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുകൊണ്ട് ചെറുപ്പം മുതൽ അവളെ അതിയായി ലാളിക്കുകയും അവൾ ചോദിക്കുന്നതെല്ലാം നൽകി ഒരു മഹാറാണിയെ പോലെ തന്നെ വളർത്തുകയും ചെയ്യുന്നു. അലേഖ ദിവസവും ഓട്ടോയിലാണ് കോളേജിൽ പോയി വരുന്നത്. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ അലേഖ കോളേജിൽ പോകാൻ റെഡിയാകുമ്പോൾ തന്റെ ഫ്രണ്ട് സൽമ പുതിയ സ്കൂട്ടർ വാങ്ങിയതായി വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഇട്ടിരിക്കുന്നത് കണ്ട അലേഖയ്ക്ക് ആ സ്കൂട്ടർ നന്നായി ഇഷ്ടപ്പെടുന്നു. സത്യത്തിൽ അലേഖയ്ക്ക് സ്കൂട്ടർ ഓടിക്കുക എന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത്തവണ തന്റെ അച്ഛനെ കൊണ്ട് സ്കൂട്ടർ വാങ്ങിപ്പിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെ അച്ഛനോട്, അച്ഛാ എന്നും ഓട്ടോയിൽ കഷ്ടപ്പെട്ട് കോളേജിൽ പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് പ്ലീസ് അച്ഛാ എനിക്ക് പുതിയ സ്കൂട്ടർ വാങ്ങി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട അച്ഛൻ, എങ്കിലും നിനക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലല്ലോ മോളെ, ആദ്യം നീ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്ക്, നിന്റെ ബർത്ത്ഡേക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അലേഖ വളരെ ഹാപ്പിയായി ഫീൽ ചെയ്ത് അങ്ങനെ കോളേജിൽ പോയി തന്റെ ഫ്രണ്ട് സൽമയെ കണ്ട് എന്റെ അച്ഛനും എന്റെ ബർത്ത്ഡേക്ക് സ്കൂട്ടർ ഗിഫ്റ്റായി തരാമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം എന്നോട് സ്കൂട്ടർ പഠിക്കാൻ പറഞ്ഞു. പ്ലീസ് സൽമ എന്നെ സ്കൂട്ടർ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് സൽമ, എന്റെ ഇത് പുതിയ സ്കൂട്ടറാണ്, ഇതിന് എന്തെങ്കിലും പറ്റിയാൽ എന്റെ പേരൻസ് എന്നെ കൊല്ലും, തരില്ല എന്ന് പറയുന്നു. എന്നാൽ അലേഖ റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ സൽമയുടെ സ്കൂട്ടർ എടുത്ത് യൂട്യൂബിൽ സ്കൂട്ടർ എങ്ങനെ ഓടിക്കാം എന്ന് ട്യൂട്ടോറിയൽസ് കണ്ട് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി ആക്സിഡന്റ് ആകുന്നു. ഇനി എന്ത്? അങ്ങനെ സ്കൂട്ടർ മെക്കാനിക് ഷോപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ സ്കൂട്ടർ ബില്ല് 2500 ആകുന്നു. അലേഖയുടെയും സൽമയുടെയും കയ്യിൽ അത്രയും പണമില്ലാതെ സൽമ തന്റെ ചേട്ടന് ഫോൺ ചെയ്തപ്പോൾ ചേട്ടൻ അവിടെ വന്ന് ബില്ലടിച്ച് അലേഖയുടെ ഫോൺ വാങ്ങി നാളെ പണം കൊണ്ടുവന്ന് ഫോൺ എടുത്തോ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ അലേഖ തന്റെ ഫോണിൽ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്ത് ഫോൺ കൊടുക്കുന്നു. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു വ്യക്തി അവിടേക്ക് വന്ന് വെയിറ്റ് ചെയ്യുന്ന അലേഖയെ കണ്ട് ബൈക്ക് ടാക്സി ആണെന്ന് പറഞ്ഞ് കയറ്റി കൊണ്ടുപോകുന്നു. എന്നാൽ അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു വ്യക്തി അവിടേക്ക് വന്ന് അവിടെ മെക്കാനിക് ഷോപ്പിലെ വ്യക്തിയോട് ബൈക്ക് ടാക്സി ബുക്ക് ചെയ്ത പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട മെക്കാനിക് ഷോക്കായി, അപ്പോൾ ഇപ്പൊ കൊണ്ടുപോയത് ബൈക്ക് ടാക്സിക്കാരനല്ലേ എന്ന് ടെൻഷൻ അടിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ആ ബൈക്കുകാരൻ അലേഖയോട് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ അലേഖയ്ക്ക് ദേഷ്യം വന്ന് ബൈക്ക് പാതി വഴിയിൽ നിർത്തി ഇറങ്ങി അവനെ തല്ലി അവിടെ നിന്നും പോകുമ്പോൾ ആ വ്യക്തി അലേഖയുടെ ഫോട്ടോ എടുത്ത് നിന്നെ എപ്പോഴെങ്കിലും എനിക്ക് വീണ്ടും കിട്ടും എന്ന് ദേഷ്യത്തോടെ പറയുന്നു. നെക്സ്റ്റ് സീനിൽ പിറ്റേന്ന് രാവിലെ അലേഖയ്ക്ക് സൽമയുടെ സ്കൂട്ടർ റിപ്പയർ പണം 2500 എങ്ങനെ നൽകുമെന്ന് അറിയില്ല. അങ്ങനെ അലേഖ കോളേജിൽ പോകാൻ തുടങ്ങുമ്പോൾ അപ്പോൾ തന്റെ അച്ഛൻ അലേഖയ്ക്ക് 2500 രൂപ നൽകി ഇത് ഈ മാസത്തെ ഓട്ടോ പൈസയാണ്, ഓട്ടോ സീനുവിന് കൊടുത്തേക്കെന്ന് പറയുന്നു. ആ പണം കണ്ട അലേഖ ആ പണം വാങ്ങി ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ പണം ഇപ്പോൾ ഓട്ടോ സീനുവിന് കൊടുക്കണോ അതോ സൽമയ്ക്ക് കൊടുത്ത് തന്റെ ഫോൺ തിരികെ വാങ്ങണോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അപ്പോഴേക്കും ഓട്ടോ സീനു അവിടേക്ക് വന്ന് അലേഖയോട്, എന്താ മോളെ നിന്റെ അച്ഛൻ അപ്പോഴേക്കും നിനക്ക് പുതിയ സ്കൂട്ടർ വാങ്ങി തന്നോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട അലേഖ ഷോക്കായി തന്റെ അടുത്തുള്ള സ്കൂട്ടർ നോക്കുന്നു. അപ്പോഴേക്കും ഒരു ഐഡിയ ആലോചിച്ച് അതെ സ്കൂട്ടർ വാങ്ങി തന്നു, ഇനി നിന്റെ ഓട്ടോ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ പണം സൽമയ്ക്ക് കൊടുക്കാമെന്ന് ഉറപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ആ സ്കൂട്ടർ അർജുന്റേതാണ്. അപ്പോൾ അർജുൻ അവിടേക്ക് വന്ന് സ്കൂട്ടർ എടുത്തുകൊണ്ടു പോകാൻ തുടങ്ങുമ്പോൾ അലേഖ ഓട്ടോ സീനുവിന് സത്യം എവിടെ മനസ്സിലാകുമോ എന്ന് കരുതി, ഇവൻ എന്റെ കസിനാണ്, എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ ശരിയായി അറിയില്ലല്ലോ, ഇവനാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് സ്കൂട്ടറിൽ കയറി അർജുനോട് പ്ലീസ് മുന്നോട്ട് പോകൂ, സത്യം പറയാം എന്ന് പറഞ്ഞപ്പോൾ അർജുൻ സ്കൂട്ടർ മുന്നോട്ടെടുക്കുന്നു. അപ്പോൾ അർജുൻ എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചപ്പോൾ അതിന് അലേഖ നടന്നതെല്ലാം പറയുന്നു. സ്കൂട്ടർ പഠിച്ചാലേ വാങ്ങിത്തരൂ എന്നാണ് എന്റെ അച്ഛൻ പറയുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. സത്യത്തിൽ അർജുൻ ഒരു പെറ്റ് ട്രെയിനർ ആണ്.
അങ്ങനെ അലേഖ്യ താങ്ക്സ് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ അർജുൻ അവളോട് എന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യൂ, അതുപോലെ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ സ്കൂട്ടർ ഞാൻ പഠിപ്പിക്കാം, നാളെ രാവിലെ ഇതേ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും, ഇഷ്ടമാണെങ്കിൽ വരൂ എന്ന് പറയുന്നു. അത് കേട്ട അലേഖ്യ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. ഇതിങ്ങനെയെങ്കിൽ മറ്റൊരു ഭാഗത്ത് അന്ന് അലേഖ്യയെ ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ മിസ്ബിഹേവ് ചെയ്ത രോഹിത്തിനെ കാണിക്കുന്നു. സത്യത്തിൽ രോഹിത് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്ത് അവരുമായി ക്ലോസ് ആയിരിക്കുമ്പോൾ ഫോട്ടോസും വീഡിയോസും റെക്കോർഡ് ചെയ്ത് അവ ആ പെൺകുട്ടികൾക്ക് കാണിച്ച് അവൻ ചോദിക്കുന്നത്ര പണം നൽകിയില്ലെങ്കിൽ ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങാറുണ്ട്. അങ്ങനെ ഇപ്പോൾ അലേഖ്യ പഠിക്കുന്ന കോളേജിലെ പെൺകുട്ടിയെ ട്രാപ്പ് ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കൊണ്ട് അവൾക്ക് അലേഖ്യയുടെ ഫോട്ടോ കാണിച്ച് നിനക്ക് ഈ പെൺകുട്ടിയെ അറിയാമോ, നീ പഠിച്ച കോളേജ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാകും. ഇനി അതേ ദിവസം രാത്രി അലേഖ്യ അർജുന്റെ ഇൻസ്റ്റ ID ചെക്ക് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ അർജുൻ ബസ് സ്റ്റോപ്പിനടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അവിടേക്ക് വന്ന അലേഖ്യ ആദ്യം കുറച്ച് ടെൻഷൻ അടിക്കുന്നു. എന്നാൽ അർജുൻ നല്ലവനാണെന്ന് തോന്നിപ്പോയി സ്കൂട്ടറിൽ കയറുന്നു. അതുകൊണ്ട് അർജുനും വളരെ ഹാപ്പിയായി ഫീൽ ചെയ്യുന്നു. ഇനി ആ ദിവസം മുതൽ അർജുൻ അലേഖ്യയ്ക്ക് സ്കൂട്ടർ പഠിപ്പിക്കുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അലേഖ്യ സ്കൂട്ടർ പഠിക്കുകയും ലൈസൻസ് എടുക്കുകയും ചെയ്യുന്നു. ഇതേ പ്രോസസ്സിൽ അർജുനും അലേഖ്യയും അടുക്കുന്നു. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം അർജുനും അലേഖ്യയും ബീച്ചിൽ പോയപ്പോൾ അപ്പോൾ രോഹിത് ദൂരെ നിന്നും അലേഖ്യയുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ടാകും. അത് ശ്രദ്ധിച്ച അർജുൻ പോയി രോഹിത്തിനെ പിടിച്ച് തല്ലി അവന്റെ ഫോണിലെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുന്നു. അത് കണ്ട അലേഖ്യ അർജുനോട് ഇവൻ എന്നെ കുറച്ച് ദിവസങ്ങളായി ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു ദിവസം എന്നോട് മിസ്ബിഹേവ് കൂടെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അർജുൻ ഇപ്പോൾ അവന് ബുദ്ധി പഠിപ്പിച്ചല്ലോ, ഇനി നിന്റെ അടുത്തേക്ക് വരില്ല, മാത്രമല്ല നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ, ഈ ടെൻഷൻസ് ഒക്കെ എന്തിനാ, വിട്ടേക്ക് എന്ന് പറയുന്നു. സീൻ കട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ അലേഖ്യ തന്റെ അച്ഛൻ ഇന്ന് എനിക്ക് സ്കൂട്ടർ ഗിഫ്റ്റായി നൽകുമെന്ന് വളരെ ഹാപ്പി ആയിരിക്കുമ്പോൾ തന്റെ അച്ഛൻ അവൾക്ക് കേക്കും പുതിയ ഡ്രസ്സും മാത്രം നൽകി. സ്കൂട്ടർ അടുത്ത ബർത്ത്ഡേക്ക് തീർച്ചയായും വാങ്ങിത്തരാം എന്ന് പറയുന്നു. അതുകൊണ്ട് അലേഖ്യ വളരെ ഡിസപ്പോയിന്റ് ആയി തന്റെ അച്ഛനോട് ദേഷ്യപ്പെടുമ്പോൾ അതിന് അവളുടെ അമ്മ നിന്റെ അച്ഛൻ ക്യാബ് ഡ്രൈവർ മാത്രമാണ്, ഒരു മാസം ഓവർ ടൈം ചെയ്താണ് ഈ ഡ്രസ് വാങ്ങിയത്, ഇനി സ്കൂട്ടർ വാങ്ങണമെങ്കിൽ പണം എവിടെ നിന്ന് കൊണ്ടുവരും എന്ന് ചോദിക്കുന്നു. അതിനാലേക്ക എന്നാൽ ക്യാബ് ഡ്രൈവറെ പോലെ ഇരിക്കാതെ സ്കൂട്ടർ വാങ്ങി തരാം എന്ന് എന്തിനു പ്രോമിസ് ചെയ്യണം, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും എന്റെ ബർത്ത്ഡേക്ക് എന്റെ അച്ഛൻ സ്കൂട്ടർ ഗിഫ്റ്റായി തരുമെന്ന് പറഞ്ഞു, ഇപ്പോൾ അവരുടെ മുന്നിലേക്ക് ഞാൻ എങ്ങനെ ചെല്ലും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇനി നാരായണയും വളരെ വിഷമിക്കുന്നു. മറ്റൊരു ഭാഗത്ത് കാര്യമറിഞ്ഞ അർജുൻ അലേഖയോട് നിന്റെ അച്ഛന് നിന്റെ മേൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമുണ്ട്, പക്ഷെ പണവും അഡ്ജസ്റ്റ് ആകണമല്ലോ, നീ വിഷമിക്കേണ്ട, അടുത്ത ബർത്ത്ഡേക്ക് തീർച്ചയായും വാങ്ങിത്തരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അയക്കുന്നു. ഇനി അങ്ങനെ അലേഖ്യ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പോഴേക്കും തന്റെ അച്ഛൻ അവൾക്കായി പുതിയ സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടാകും. അത് കണ്ട അലേഖ്യ വളരെ ഹാപ്പിയായി ഫീൽ ചെയ്യുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്തെന്നാൽ സത്യത്തിൽ സ്കൂട്ടർ വാങ്ങാൻ അലേഖ്യയുടെ അച്ഛൻ തന്റെ ക്യാബ് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ കാര്യം അറിഞ്ഞ തന്റെ ഭാര്യ ക്യാബ് വിറ്റാൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്, മകളെ ഇത്ര ലാളിച്ചു വളർത്തുന്നതും നല്ലതല്ല എന്ന് പറഞ്ഞ് അയൽവാസിയായ പത്മ സൂക്ഷിക്കാൻ പറഞ്ഞ് ലക്ഷ്മിക്ക് പണം കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ വേറെ വഴിയില്ലാതെ ലക്ഷ്മി ആ പണമാണ് തന്റെ ഭർത്താവിന് നൽകി അലേഖയ്ക്ക് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തത്. ശേഷം പത്മ ചോദിക്കുന്നതിന് മുൻപ് ആ പണം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. മറ്റൊരു ഭാഗത്ത് അലേഖ്യ പോയി അർജുനെ കണ്ട് നീ പറഞ്ഞതുപോലെ എന്റെ അച്ഛൻ എനിക്ക് പുതിയ സ്കൂട്ടർ വാങ്ങി തന്നു എന്ന് പറഞ്ഞ് വളരെ ഹാപ്പിയായി ഫീൽ ചെയ്യുന്നു. അതുപോലെ നീ എന്റെ ലൈഫിലേക്ക് വന്ന ശേഷം എന്റെ ലൈഫ് വളരെ ഹാപ്പിയാണ്, എനിക്ക് ലൈഫ് ലോങ് ഇതുപോലെ തന്നെ ഇരിക്കണം, നീ എന്റെ കൂടെ തന്നെ വേണം എന്നങ്ങനെ രണ്ടുപേരും പറഞ്ഞ് പരസ്പരം പ്രപ്പോസ് ചെയ്യുന്നു. അലേഖ്യ അർജുനെ കിസ് ചെയ്യുന്നതോടെ കൂടുതൽ ഹാപ്പിയായി ഫീൽ ചെയ്യുന്നു. ആ ദിവസം മുതൽ ഇരുവരും തമ്മിലുള്ള റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ആകുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം പത്മ വന്ന് ലക്ഷ്മിയോട് ഇന്ന് തന്റെ ഭർത്താവിന് സ്വർണ്ണമോതിരം എടുക്കാൻ ജ്വല്ലറി ഷോപ്പിൽ പോകണം, ഞാൻ സൂക്ഷിക്കാൻ തന്ന പണം കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി ഉടനെ തന്റെ ഭർത്താവിനെ ഫോൺ ചെയ്ത് അതേ കാര്യം പറയുന്നു. അതിന് നാരായണ നിങ്ങൾ ജ്വല്ലറി ഷോപ്പിനടുത്തേക്ക് ചെല്ലൂ, ഞാൻ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ലക്ഷ്മി അലേഖയോട് വീടിനടുത്ത് ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞ് ലക്ഷ്മിയും പത്മയും ജ്വല്ലറി ഷോപ്പിലേക്ക് പോകുന്നു. ഇനി നാരായണ തന്റെ ഓണറിനോട് പണം ചോദിക്കാനായി വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. മറ്റൊരു ഭാഗത്ത് അലേഖ അർജുന് ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ട് വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അർജുൻ അലേഖയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായി അവളോട് പറയാതെ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് വന്ന് അലേഖയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അർജുനെ അവിടെ കണ്ട അലേഖ ഷോക്കായി അർജുനെ തന്റെ വീടിന്റെ അടുത്ത് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും എന്ന് കരുതി തന്റെ വീട്ടിലേക്ക് അല്ലാതെ അടുത്തുള്ള പത്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പത്മയുടെ ഭർത്താവ് രാമറാവു TC ആയി ജോലി ചെയ്യുന്നു. അർജുനും അലേഖയുടെ അച്ഛൻ രാമറാവു ആണെന്നാണ് കരുതുന്നത്. ഇനി അങ്ങനെ അലേഖയും അർജുനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പത്മ ഒരു ഗോൾഡ് റിംഗ് സെലക്ട് ചെയ്ത് ബില്ലിട്ട് പത്മയോട് പണം അടയ്ക്കാൻ പറയുന്നു. അതുകൊണ്ട് പത്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തന്റെ ഭർത്താവിന് ഫോൺ ചെയ്യുന്നു.
പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് ലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ കൂടി വിയർക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ നാരായണ അവിടേക്ക് വന്ന് ലക്ഷ്മിക്ക് പണം നൽകുന്നതോടെ ലക്ഷ്മി കൂളായി പണം പേ ചെയ്യുന്നു. ഇതിങ്ങനെയെങ്കിൽ മറ്റൊരു ഭാഗത്ത് അലേഖയും അർജുനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് ഡ്യൂട്ടിക്ക് പോയ പത്മയുടെ ഭർത്താവ് രാമറാവു വീടിന്റെ അടുത്തേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അത് കേട്ട അലേഖയും അർജുനും ഫുള്ളായി പേടിച്ചു പോകുന്നു. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും പത്മ അലേഖയ്ക്ക് ഫോൺ ചെയ്ത് നിങ്ങളുടെ അങ്കിൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകും, അദ്ദേഹത്തിന് താക്കോൽ കൊടുക്കൂ എന്ന് പറയുന്നു. അതുകൊണ്ട് അലേഖയ്ക്കും അർജുനും വേറെ വഴിയില്ലാതെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അവരെ കണ്ട് രാമറാവു ഷോക്കാകുന്നു. അർജുൻ അദ്ദേഹത്തോട് അങ്കിൾ ഇവൾക്ക് ബുക്ക് കൊടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ രാമറാവുവിന് നേരത്തെ തന്നെ കാര്യം മനസ്സിലായി ദേഷ്യത്തോടെ അർജുനോട് അവിടെ നിന്നും പോകാൻ പറഞ്ഞപ്പോൾ അർജുൻ അവിടെ നിന്നും പോകുന്നു. ഇനി അലേഖ അദ്ദേഹത്തോട് പ്ലീസ് അങ്കിൾ ഈ കാര്യം എന്റെ പേരൻസിനോട് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അതിന് രാമറാവു നിന്റെ അച്ഛൻ നിന്റെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തിന് നീ ചെയ്യുന്ന പണികളാണോ ഇത് എന്ന് പറഞ്ഞ് അവളുടെ മേൽ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നു. അലേഖയും തന്റെ വീട്ടിലേക്ക് പോയി നടന്നത് ആലോചിച്ച് ഫുള്ളായി പേടിച്ചു പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അങ്ങനെ രാമറാവു തന്റെ ഭാര്യ പത്മയോട് നടന്നതെല്ലാം പറയുന്നു. അത് കേട്ട പത്മ ലക്ഷ്മിയുടെ അടുത്ത് വന്ന് നടന്നതെല്ലാം അവളോട് നേരിട്ട് പറയാതെ തങ്ങളുടെ ബന്ധുവിന്റെ മകൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ലക്ഷ്മി അങ്ങനെ ഒരു മകൾ ഉണ്ടായാലും ഒന്ന് ചത്താലും ഒന്ന്, എന്റെ മകളാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവളെ ഞാൻ കൊല്ലും എന്ന് പറയുന്നു. അതെല്ലാം അവിടെയുള്ള അലേഖ കേട്ട് ഫുള്ളായി പേടിച്ചു പോയി. ആ ദിവസം മുതൽ അർജുനെ അവോയ്ഡ് ചെയ്ത് അവനോട് സംസാരിക്കുന്നത് നിർത്തുന്നു. കോൾ ആയാലും മെസ്സേജ് ചെയ്താലും റിപ്ലൈ പോലും കൊടുക്കില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അർജുനും അലേഖയോട് ദേഷ്യം വന്ന് അവളിൽ നിന്നും അകലുന്നതോടെ അലേഖ തന്റെ തെറ്റ് മനസ്സിലാക്കി അർജുനോട് സംസാരിക്കണമെന്ന് മെസ്സേജ് ചെയ്യുന്നു. പക്ഷെ അർജുൻ ദേഷ്യത്തോടെ അവൾക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം അലേഖ വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് അർജുന് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാനായി വീടിന്റെ ഡോർ ക്ലോസ് ചെയ്യുന്നു. പക്ഷേ കുറ്റിയിടാൻ മറന്ന് അർജുന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അർജുൻ ദേഷ്യത്തോടെ അവളോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അലേഖ നിന്റെ ദേഷ്യം എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞ് തന്റെ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് നിനക്ക് ദേഷ്യം പോയോ എന്ന് ചോദിക്കുന്നു. അതേസമയത്ത് വീട്ടിലേക്ക് വന്ന അവളുടെ അമ്മ അത് കണ്ട് ഷോക്കായി അലേഖ എന്ന് ഉറക്കി വിളിച്ചപ്പോൾ അലേഖ പേടിച്ച് ഫോൺ മാറ്റിയിടുന്നു. കാര്യം മനസ്സിലായ ലക്ഷ്മിക്ക് നന്നായി ദേഷ്യം വന്ന് നിന്റെ അച്ഛൻ എത്രയോ കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ച് ലാളിച്ച് വളർത്തുമ്പോൾ കോളേജിൽ പോയി നീ ചെയ്യുന്ന പണികളാണോ ഇവ എന്ന് പറഞ്ഞ അലേഖയെ നന്നായി തല്ലി നിന്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നാൽ നീ ചെയ്യുന്ന പണികളെ കുറിച്ച് പറയുമെന്ന് പറയുന്നു. അങ്ങനെ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് മറ്റൊരു റൂമിലേക്ക് പോകുന്നു. അലേഖയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ അലേഖയും അവളുടെ ഫോണും ഉണ്ടാകില്ല. മറ്റൊരു ഭാഗത്ത് അലേഖ അർജുനെ കണ്ട് എന്റെ അമ്മയ്ക്ക് അഭിമാനം എന്ന് പറഞ്ഞാൽ ജീവനാണ്, അച്ഛൻ വന്നാൽ തീർച്ചയായും നടന്നത് പറയും എന്ന് പറഞ്ഞ് പേടിക്കുമ്പോൾ അർജുൻ അവൾക്ക് ധൈര്യം കൊടുക്കുന്നു. അപ്പോഴേക്കും അതുവഴി പോകുന്ന രാമറാവുവും പത്മയും അവരെ കാണുന്നു. രാമറാവു പത്മയോട് ഈ കുട്ടി ഇനി മാറില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അവരെ കണ്ട അലേഖ കൂടുതൽ പേടിച്ച് അവർ എൻ്റെ അമ്മയോട് ഞാൻ വീണ്ടും നിന്നെ കണ്ടു എന്ന് പറയും. ഇനി വീട്ടിലേക്ക് പോയാൽ അമ്മ എന്നെ തീർച്ചയായും കൊല്ലും, ഞാൻ ഇനി വീട്ടിലേക്ക് പോകില്ല, ഇനി നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് അർജുൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നു. എന്നാൽ അലേഖ കരഞ്ഞുകൊണ്ട് നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അർജുന് വേറെ വഴിയില്ലാതെ തന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ച് പണം വാങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ക്യാബ് ബുക്ക് ചെയ്ത് അലേഖയെ ആരും തിരിച്ചറിയാതിരിക്കാൻ പർദ്ദ ഇടുവിപ്പിക്കുന്നു. അങ്ങനെ ക്യാബ് വന്ന് ഉടനെ രണ്ടുപേരും ക്യാബിൽ കയറുന്നു. ഇവിടെ കിടിലൻ ട്വിസ്റ്റ് എന്തെന്നാൽ ആ ക്യാബ് മറ്റാരുടെയുമല്ല, അലേഖയുടെ അച്ഛൻ്റെതാണ്. തന്റെ അച്ഛനെ കണ്ട അലേഖ പേടിച്ച് അർജുനോട് അത് തന്റെ അച്ഛനാണെന്ന കാര്യം പറയുന്നു. അത് കേട്ട് അർജുനും ഷോക്കാകുന്നു. ഇനി അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തിയ ഉടനെ രണ്ടുപേരും വെപ്രാളത്തിൽ ക്യാബിൽ നിന്നിറങ്ങി ബസ് കയറി പോകുന്നു. അതെല്ലാം കണ്ട നാരായണയ്ക്കും അവരുടെ മേൽ കുറച്ച് സംശയം തോന്നുന്നു. അതേ സമയത്ത് നാരായണയ്ക്ക് തന്റെ ഭാര്യ ഫോൺ ചെയ്ത് അലേഖയെ വീടിന്റെ അടുത്ത് കാണുന്നില്ല, വേണ്ടാത്ത വേഷങ്ങൾ കെട്ടിയപ്പോൾ കുറച്ച് വഴക്ക് പറഞ്ഞു, ദേഷ്യത്തിൽ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട നാരായണ അവൾ എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് എനിക്കറിയാം, അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അങ്ങനെ ബീച്ചിന്റെ അടുത്തേക്ക് പോയി അലേഖയെ തിരയുന്നു. മറ്റൊരു ഭാഗത്ത് ബസ്സിൽ പോകുമ്പോൾ അർജുനും അലേഖയ്ക്കും അടുത്തടുത്ത സീറ്റുകൾ കിട്ടാതെ വേറെ സീറ്റുകളിൽ ഇരിക്കുന്നു. അപ്പോൾ അലേഖ തന്റെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ തന്റെ ഫോൺ ഉണ്ടാകില്ല. അതേ കാര്യം അർജുനോട് പറഞ്ഞപ്പോൾ ഫോൺ എവിടെ കളഞ്ഞു എന്ന് ചോദിച്ച് അങ്ങനെ അലേഖയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഇവിടെ കിടിലൻ ട്വിസ്റ്റ് എന്തെന്നാൽ അലേഖ തന്റെ ഫോൺ അച്ഛന്റെ കാറിൽ തന്നെ ഇട്ടിട്ടുണ്ടാകും. ആ ഫോൺ കണ്ട നാരായണ ഷോക്കായി. അപ്പോൾ നേരത്തെ തന്റെ കാറിൽ കയറിയത് തന്റെ മകളാണെന്നും അവർ ബസ് കയറി ഹൈദരാബാദിലേക്ക് പോയെന്നും മനസ്സിലായി കോൾ എടുത്ത് എടാ എന്റെ മകളെ നീ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, അവൾ ചെറിയ കുട്ടിയാടാ,
എന്റെ മകളെ തിരികെ കൊണ്ടുവരൂ എന്ന് പറയുന്നു. അത് കേട്ട അലേഖയും അർജുനും ഷോക്കായി കോൾ കട്ട് ചെയ്യുന്നു. അലേഖ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അച്ഛന് കാര്യം മനസ്സിലായി പോയല്ലോ എന്ന് പേടിക്കുമ്പോൾ അർജുൻ അവൾക്ക് ധൈര്യം പകരുന്നു. മറ്റൊരു ഭാഗത്ത് നാരായണയ്ക്ക് തന്റെ ഭാര്യ ഫോൺ ചെയ്ത് അലേഖയെ കുറിച്ച് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നാരായണ യഥാർത്ഥ സത്യം പറയാതെ അലേഖ ദേഷ്യത്തിൽ ഹൈദരാബാദിലുള്ള അവളുടെ ഇളയച്ചന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടത്രേ. ഞാൻ പോയി കൊണ്ടുവരാം, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ അങ്ങനെ നാരായണ ആ ട്രാവൽ ബസ്സിനെ തിരഞ്ഞുകൊണ്ട് ഹൈദരാബാദിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ ബസ് കുറെ ദൂരം പോയ ശേഷം ചായ കുടിക്കാൻ ഒരു ധാബയുടെ അടുത്ത് നിർത്തുമ്പോൾ അർജുൻ അവിടെയുള്ള വാഷ്റൂമിലേക്ക് പോകുന്നു. ബസ്സിൽ അലേഖയുടെ തൊട്ടടുത്ത സീറ്റിലിരുന്ന കുമാർ എന്ന വ്യക്തി അടുത്തുള്ള വാഷ്റൂമിൽ തന്നെ തന്റെ ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് രണ്ട് ഒളിച്ചോടിയ പ്രണയ ജോഡികൾ നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ആ പെൺകുട്ടി എന്റെ തൊട്ടടുത്ത സീറ്റിലാണ്. ലവേഴ്സ് ആയതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും അനുഭവിക്കും എന്ന് സംസാരിക്കുന്നത് കേട്ട അർജുന് വലിയ ദേഷ്യം വന്ന് കുമാറിനെ പുതിരെ തള്ളി ടോയ്ലറ്റ് ഡോർ ക്ലോസ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് കുമാറിന് ആ ബസ്സിൽ കയറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കുമാർ ദേഷ്യത്തോടെ ഹൈദരാബാദിലെ SR നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ഒരുവൻ എന്റെ അനിയത്തിയെ പ്രേമത്തിന്റെ പേരിൽ നിർബന്ധിച്ച് ബസ്സിൽ ഹൈദരാബാദിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അവനെ പിടിക്കൂ എന്ന് പറഞ്ഞ് അലേഖയുടെ ഫോട്ടോ അയക്കുന്നു. സീൻ കട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ ബസ് ഹൈദരാബാദിൽ എത്തിയ ഉടനെ SR നഗർ പോലീസുകാർ ആ ബസ് തടഞ്ഞ് അലേഖയെ തിരിച്ചറിഞ്ഞ് നിർബന്ധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അർജുൻ ആരാണ് കംപ്ലൈന്റ് തന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് പോലീസുകാർ ആ പെൺകുട്ടിയുടെ ചേട്ടൻ എന്ന് പറയുന്നു. അതിന് അർജുൻ അവൾക്ക് ചേട്ടനില്ല എന്ന് എത്ര പറഞ്ഞിട്ടും അവർ വാക്ക് കേൾക്കുന്നില്ല. ഇനി ഇവിടെ ട്വിസ്റ്റ് എന്തെന്നാൽ രോഹിത്തും അതേ ബസ്സിൽ ഇറങ്ങി പോകുന്നത് കാണിക്കുന്നു. ഇതെങ്ങനെയെങ്കിൽ അതേ പോലീസ് സ്റ്റേഷനിൽ CI ആയി ജോലി ചെയ്യുന്ന പ്രതാപിന് തന്റെ പോലീസ് ഫ്രണ്ട് മനോഹർ ഫോൺ ചെയ്ത് എന്റെ അനിയത്തിയെ ഒരുവൻ പ്രണയത്തിന്റെ പേരിൽ ട്രാപ്പ് ചെയ്ത് ഇപ്പോൾ അവരുടെ പേഴ്സണൽ വീഡിയോസും ഫോട്ടോസും കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ടോർച്ചർ ചെയ്തത് കൊണ്ട് അവൾ സൂയിസൈഡിന് ശ്രമിച്ച് ഇപ്പോൾ ജീവക്ഷമമായി കോമയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടടാ, അവന്മാരെ പിടിച്ച് നീ എങ്ങനെയെങ്കിലും ബുദ്ധി പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് തന്റെ ഫോട്ടോ അയക്കുന്നു. ഇവിടെ ട്വിസ്റ്റ് എന്തെന്നാൽ അവൻ മറ്റാരുമല്ല അലേഖയോട് മിസ്ബിഹേവ് ചെയ്ത അതേ രോഹിത്. ഇനി അർജുനെയും അലേഖയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രണയവിശേഷം അറിഞ്ഞ CI അർജുനെ തല്ലി ആ പെൺകുട്ടിയുടെ അച്ഛനെ ഫോൺ ചെയ്ത് ഇവിടേക്ക് വരുത്തി ആ പെൺകുട്ടിയെ അവളുടെ അച്ഛന്റെ കൂടെ അയക്കൂ എന്ന് അവിടെ ഹെഡ് കോൺസ്റ്റബിൾ പ്രസാദിനോട് പറയുന്നു. പ്രസാദ് അലേഖയുടെ അച്ഛന്റെ നമ്പർ കണ്ടുപിടിച്ച് കോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അർജുൻ അദ്ദേഹത്തോട് ഫോൺ ചെയ്യരുത്, രണ്ടുപേരും ഇഷ്ടപ്പെട്ടാണ് വന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് പണം തരാം എന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അത് കേട്ട പ്രസാദ് ഞങ്ങളുടെ CI സാറിന് ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല, നിങ്ങളെ വെറുതെ വിട്ടാൽ എനിക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്ലാൻ ആലോചിച്ച് രാമു എന്ന ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ അലേഖയുടെ അച്ഛനെ പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് CIയോട് സംസാരിപ്പിച്ച് അങ്ങനെ അർജുനും അലേഖയ്ക്കും ഒരു ലോഡ്ജ് അഡ്രസ് പറഞ്ഞ് 10 ദിവസം വരെ അവിടെ തന്നെ നിൽക്കൂ, അപ്പോഴേക്കും യാതൊരു പ്രശ്നവും വന്നില്ലെങ്കിൽ നിങ്ങളൊരു വീട് വാടകയ്ക്ക് എടുക്കൂ എന്ന് പറഞ്ഞ് രാമുവിനെ അവരുടെ കൂടെ പറഞ്ഞയക്കുന്നു. രാമു അവർക്ക് ആ ലോഡ്ജ് കാണിച്ച് അവിടെ നിന്നും പോകുന്നു. മറ്റൊരു ഭാഗത്ത് നാരായണ ഹൈദരാബാദിൽ വന്ന് ആ ട്രാവൽ ബസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് ബസിന്റെ അടുത്തേക്ക് പോയി അവർക്ക് അലേഖയുടെ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടി ബസ് എവിടെയാണ് ഇറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ആ ബസ് ഡ്രൈവർ ആ പെൺകുട്ടിയുടെ കൂടെ ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു, അവരെ SR നഗർ പോലീസുകാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട നാരായണ ഷോക്കായി ഉടനെ SR നഗർ പോലീസ് സ്റ്റേഷന്റെ അടുത്തേക്ക് പോയി ഹെഡ് കോൺസ്റ്റബിൾ പ്രസാദിനെ കണ്ട് സർ SR നഗർ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അത്രേ. ആ പെൺകുട്ടിയുടെ പേര് അലേഖ, അവൾ എൻ്റെ മകളാണ് എന്ന് അലേഖയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ അലേഖയുടെ ഫോട്ടോ കണ്ട പ്രസാദിന്റെ മൈൻഡ് ബ്ലോക്കായി ആ പെൺകുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ വന്നെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇദ്ദേഹം CIയെ കണ്ടാൽ തങ്ങളുടെ തെറ്റ് പുറത്തു വരുമെന്ന് ഭയന്ന് നാരായണയെ CIയുമായി കാണാൻ അനുവദിക്കാതെ നിന്റെ മകൾ ഒളിച്ചോടി പോകുന്നത് വരെ എത്തിയിട്ടും അവളെക്കുറിച്ച് അറിയാതെ ഇതുവരെ എന്ത് ചെയ്യുകയായിരുന്നു? നിന്നെ പോലെ അതിയായി ലാളിക്കുന്ന പേരൻസ് ഉള്ളത് കൊണ്ടാണ് ചില പെൺകുട്ടികൾ തങ്ങളുടെ ഫ്രീഡം ഇങ്ങനെ തെറ്റായി ഉപയോഗിക്കുന്നത്. നീ CIയെ കണ്ടാൽ ഫയൽ കേസായി എല്ലാവരും അറിഞ്ഞ് മാനം പോകും. അവരോടൊരു ലോഡ്ജിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, നീ അവിടേക്ക് പോകൂ എന്ന ലോഡ്ജ് അഡ്രസ് പറഞ്ഞ് രാമുനെയും അദ്ദേഹത്തിന് കൂട്ടിനായി അയക്കുന്നു. മറ്റൊരു ഭാഗത്ത് അങ്ങനെ അർജുനും അലേഖയും റൂമിൽ പോയി നോക്കുമ്പോൾ ആ റൂം വളരെ വൃത്തിഹീനമായിരിക്കും. ആ റൂം കണ്ട അലേഖ ഇവിടെ ഒട്ടും കൊള്ളില്ല, ഇനി എവിടേക്കെങ്കിലും പോകാം എന്ന് പറഞ്ഞപ്പോൾ അതിന് അർജുൻ എനിക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അഡ്ജസ്റ്റ് ആകണം, നമ്മൾ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞാൽ ആ കോൺസ്റ്റബിൾ നമ്മളെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്ന് എത്ര പറഞ്ഞിട്ടും അലേഖ കേൾക്കുന്നില്ല. നാരായണയും രാമുവും ആ ലോഡ്ജിന്റെ അടുത്തേക്ക് എത്തുന്നു. നാരായണ തന്റെ മകളെ കാണണമെന്ന് പറഞ്ഞ് പടികൾ കയറി പോകുമ്പോൾ രാമുവും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പോകുന്നു.
അപ്പോൾ അലേഖ്യ ഈ സ്ഥലം കൊള്ളില്ല പോകാമെന്ന് ഫോഴ്സ് ചെയ്തപ്പോൾ അർജുന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ലിഫ്റ്റിലൂടെ താഴേക്ക് വന്ന് അവിടെ നിന്നും പോകുന്നു. ഇനി അപ്പോഴേക്കും നാരായണയും രാമുവും ആ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ അവർ ഇല്ലാത്തത് കൊണ്ട് നാരായണ വളരെ ഇമോഷണൽ ആകുന്നു. നാരായണയെ അങ്ങനെ കാണുന്ന രാമു കോൺസ്റ്റബിൾ പ്രസാദിന് ഫോൺ ചെയ്ത് അതേ കാര്യം പറഞ്ഞപ്പോൾ അതിന് പ്രസാദ് അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞതല്ലടാ, എവിടേക്കാണ് പോയത്? ഇപ്പോൾ നാരായണ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് CIയോട് സംസാരിച്ചാൽ നമ്മൾ രണ്ടുപേരും പെടും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അവർ എവിടെയാണെന്ന് കണ്ടുപിടിക്കെന്ന് പറഞ്ഞപ്പോൾ രാമു നാരായണയ്ക്ക് ധൈര്യം പറഞ്ഞ് അവർക്കായി തിരയാൻ തുടങ്ങുന്നു. മറ്റൊരു ഭാഗത്ത് അർജുന് കോൺസ്റ്റബിൾ പ്രസാദ് വീണ്ടും വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സിം കാർഡ് ഊരിക്കളഞ്ഞ് പുതിയ സിം കാർഡ് ഇടുന്നു. അപ്പോൾ അലേഖ്യ അർജുനോട് നമുക്ക് താമസിക്കാൻ കുറഞ്ഞ വാടകയ്ക്ക് ഏതെങ്കിലും വീട് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇരുവരും ടോയ്ലറ്റ് ബോർഡുകളുള്ള വീടുകളുടെ അടുത്തേക്ക് പോയി ചോദിക്കുന്നു. എന്നാൽ അവർ ലവേഴ്സ് ആണെന്ന് അറിഞ്ഞ് ആരും അവർക്ക് വീട് നൽകില്ല. ഇനി അതേ ദിവസം രാത്രി ഇപ്പോൾ എവിടെ നിൽക്കുമെന്ന് അറിയാതെ ആലോചിച്ച് റോഡരികിൽ നിൽക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുന്ന ദാസ് എന്ന വ്യക്തി അവരുടെ അടുത്ത് വന്ന് അവരുടെ അവസ്ഥ മനസ്സിലാക്കി ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൽ കുറച്ച് ദിവസം താമസിക്കാൻ സമ്മതിക്കുന്നു. അങ്ങനെ അർജുനും അലീഖയും ആ ബിൽഡിങ്ങിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ അതിന് എതിർവശത്തുള്ള അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ബാച്ചിലേഴ്സ് എല്ലാവരും അലീഖയെ തന്നെ നോക്കുന്നുണ്ടാകും. പക്ഷെ അർജുനും അലീഖയും അവരെ ഗൗനിക്കുന്നില്ല. മറ്റൊരു ഭാഗത്ത് എത്ര തിരഞ്ഞിട്ടും നാരായണയ്ക്കും രാമുവിനും അവരെക്കുറിച്ച് വിവരം ലഭിക്കാത്തത് കൊണ്ട് നാരായണ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ട രാമു അദ്ദേഹത്തോട് നിങ്ങൾ വിഷമിക്കേണ്ട സാർ, ഒരു വർഷം കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ എടുത്തുകൊണ്ട് നിങ്ങളുടെ മകൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അങ്ങനെ പറഞ്ഞപ്പോൾ അതിന് നാരായണ എന്റെ മകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് സർ, ഒരു ദിവസം പോലും അവളെ കാണാതെ ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തനിക്ക് തന്റെ മകളോട് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് ഇമോഷണൽ ആകുന്നു. അതേ സമയത്ത് അതുവഴി പോകുന്ന CI രാമുവിനെ കണ്ട് ഇവനാണ് അലേഖയുടെ അച്ഛൻ നാരായണ എന്ന് പ്രസാദ് പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രസാദിനോട് ഈ നാരായണ എന്താണ് ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ളത് എന്ന് ചോദിച്ച് അവരുടെ അടുത്തേക്ക് പോയി സംസാരിച്ചപ്പോൾ അപ്പോൾ CIക്ക് യഥാർത്ഥ സത്യം മനസ്സിലായി. പ്രസാദിനെ ചീത്ത വിളിച്ച് നാരായണയോട് നിങ്ങൾ പേടിക്കേണ്ട സർ, നിങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നിങ്ങളെ ഏൽപ്പിക്കാം എന്ന് പറയുന്നു. അതുപോലെ അദ്ദേഹത്തിന് രോഹിത്തിന്റെ ഫോട്ടോ കാണിച്ച് ഇവന്റേതും നിങ്ങളുടെ നാടാണ്, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവൻ കാരണം ഒരു പെൺകുട്ടി കോമയിലാണ് എന്ന് പറഞ്ഞപ്പോൾ നാരായണ അവന്റെ ഫോട്ടോ നോക്കി അവനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ശേഷം തന്റെ മകളെ തിരയാൻ പോകുന്നു. മറ്റൊരു ഭാഗത്ത് അർജുനും അലേഖയും അതേ ഏരിയയിൽ ഷോപ്പിങ്ങിന് വന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ദൂരെ നിന്നും രോഹിത് അവളെ ശ്രദ്ധിക്കുന്നത് കണ്ട അലേഖ അതേ കാര്യം അർജുനോട് പറഞ്ഞപ്പോൾ അർജുൻ അവനെ പിടിക്കാൻ അവന്റെ പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ അർജുൻ രോഹിത്തിന്റെ പിന്നാലെ ഓടി പിടിക്കാൻ തുടങ്ങുമ്പോൾ അതേ സമയത്ത് അതുവഴി പോകുന്ന നാരായണ രോഹിത്തിനെ കണ്ട് CI തനിക്ക് കാണിച്ചു തന്നത് ഇവന്റെ ഫോട്ടോ ആണെന്ന് മനസ്സിലായി അവനെ പിടിക്കാൻ നോക്കുന്നു. ഇനി നാരായണയെ കണ്ട അർജുൻ ഷോക്കായി കുറച്ച് ദൂരെ നിന്നും അവരെ ശ്രദ്ധിച്ചു പോകുന്നു. അപ്പോൾ നാരായണ CIക്ക് ഫോൺ ചെയ്ത് സർ, നിങ്ങൾ രാവിലെ കാണിച്ച ഫോട്ടോയിലെ വ്യക്തിയെ മുഷീറാബാദിൽ കണ്ടു, നിങ്ങൾ ഉടനെ ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട CI ഞാൻ ഉടനെ അവിടേക്ക് വരാം, അവനെ പിടിച്ചു വയ്ക്കൂ എന്ന് പറഞ്ഞ് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഒരു ലേഡി തൻ്റെ ഭർത്താവിനൊപ്പം അവിടേക്ക് വന്ന് അതേ രോഹിത് തന്നെ ട്രാപ്പ് ചെയ്ത വീഡിയോ എടുത്ത് അത് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ വീഡിയോസ് അദ്ദേഹത്തിന് കാണിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നാരായണ വളരെ കഷ്ടപ്പെട്ട് രോഹിത്തിനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ രോഹിത് നാരായണയുടെ മേൽ പൈപ്പ് അടിച്ച് കൊല്ലാൻ നോക്കുന്നു. അതെല്ലാം കണ്ട അർജുന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മറ്റൊരു ഭാഗത്ത് ആ വീഡിയോ കണ്ട CIയുടെ മൈൻഡ് ബ്ലോക്കായി ഷോക്കിൽ നിൽക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ റിവീൽ ആകുന്ന മൈൻഡ് ബ്ലോക്ക് ആകുന്ന ട്വിസ്റ്റ് എന്തെന്നാൽ ആ വീഡിയോയിൽ രോഹിത്തിനൊപ്പം അർജുനും ഉണ്ടാകും. അതായത് ഇതെല്ലാം ചെയ്യുന്നത് രോഹിത് മാത്രമല്ല, അർജുനും രോഹിത്തും ഇരുവരും ചേർന്ന് ചെയ്യുന്നതാണെന്ന് മനസ്സിലാകുന്നു. മറ്റൊരു ഭാഗത്ത് നാരായണ രോഹിത്തിനെ റോഡ് കൊണ്ട് അടിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ അർജുൻ മുന്നോട്ട് വന്ന് അതേ റോഡ് കൊണ്ട് നാരായണയുടെ തലയിൽ അടിച്ച് രോഹിത്തിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്തെന്നാൽ അർജുനും രോഹിത്തും നന്നായി പണമുള്ള ഫാമിലീസിനെ സെലക്ട് ചെയ്ത് അവരുടെ പെൺമക്കളെ പ്രണയത്തിന്റെ പേരിൽ ട്രാപ്പ് ചെയ്ത് അവരുമായി ക്ലോസ് ആയിരിക്കുമ്പോൾ അവർക്കറിയാതെ തന്നെ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് അവർക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി വൻ തുക തട്ടിയെടുക്കാറുണ്ടെന്നാണ്. ഇനി ഇതേ പ്രോസസ്സിൽ തന്നെയാണ് അലേഖയെയും ട്രാപ്പ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അർജുൻ അലേഖ ആ ടിക്കറ്റ് കളക്ടർ രാമറാമുവിന്റെ മകളാണെന്ന് കരുതി ട്രാപ്പ് ചെയ്തതാണ്. ആ ദിവസം ക്യാബിൽ അലേഖ ക്യാബ് ഡ്രൈവർ ആണ് തന്റെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ സത്യം മനസ്സിലായിട്ടുണ്ടാകും. ഇനി പോലീസ് ഓഫീസർ മനോഹറിന്റെ അനിയത്തി കോമയിലായിപ്പോയി എന്നറിഞ്ഞ ദിവസം തന്നെ അലേഖ അർജുനോട് തന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ ഫോഴ്സ് ചെയ്തപ്പോൾ വൈസാഗിൽ നിൽക്കുന്നത് തനിക്കും സേഫ് അല്ല എന്ന് കരുതി ഹൈദരാബാദിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും. ഇനി അങ്ങനെ അർജുൻ രോഹിത്തിനോട് അലേഖയെ കുറിച്ച് എല്ലാം പറഞ്ഞ് ഇതൊരു മണ്ടിയാണ്, ഇവൾ കാരണം നമുക്കൊരു രൂപ പോലും കിട്ടില്ല, അതുകൊണ്ട് സമയം നോക്കി പറയാം, ഇവളെ രണ്ടുപേരും അനുഭവിച്ച് ഉപേക്ഷിക്കാം. പക്ഷേ ഇവളുടെ അച്ഛൻ തിരഞ്ഞ് ഇവിടം വരെ എങ്ങനെ വന്നുവെന്ന് മനസ്സിലാകുന്നില്ല,
അദ്ദേഹത്തിനെ കാണാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞയക്കുന്നു. ശേഷം അലേഖയുടെ അടുത്തേക്ക് പോയി അവൻ രോഹിത് അല്ല, നിനക്ക് അങ്ങനെ തോന്നിയതാണ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റൊരു ഭാഗത്ത് CI നാരായണയ്ക്ക് ട്രീറ്റ്മെന്റ് നൽകി എന്തിനിത്ര റിസ്ക് എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിന് നാരായണ, ഒരു പെൺകുട്ടി അവൻ കാരണം കോമയിലാണെന്ന് പറഞ്ഞില്ലേ സർ, അപ്പോൾ എൻ്റെ മകളെയാണ് ഓർമ്മ വന്നത്, അവളും എവിടെ എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞ് ഇമോഷണൽ ആയപ്പോൾ CI അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് എനിക്കും ഒരു മകളുണ്ട്, നാളെ രാവിലെയോടെ നിങ്ങളുടെ മകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്നത് പോലെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ നാരായണ ആ വഴക്കിനിടയിൽ രോഹിതിന്റെ പേഴ്സ് തനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് CIക്ക് നൽകുന്നു. മറ്റൊരു ഭാഗത്ത് അലേഖയുടെയും അർജുന്റെയും വീടിന് എതിർവശത്തുള്ള ഫ്ളാറ്റിലെ ബാച്ചിലേഴ്സ് അലേഖയെ കാമത്തോടെ നോക്കുന്നത് ശ്രദ്ധിച്ച അർജുൻ അവരുടെ അടുത്തേക്ക് പോയി. പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? അവളെ നിങ്ങളുടെ കൂടെ കിടക്കാൻ ഞാൻ ഏർപ്പാടാക്കാം, എത്ര തരും എന്ന് ഡീൽ സംസാരിക്കുന്നു. ഇനി അതേ ദിവസം രാത്രി അർജുൻ അലേഖയെ താൻ തന്നെ ആദ്യം അനുഭവിക്കണമെന്ന് കരുതി അവളോടടുത്ത് ഇന്റിമേറ്റ് ആകാൻ തുടങ്ങുമ്പോൾ പ്ലീസ് അർജുൻ, ഇതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അർജുൻ, ഇപ്പോൾ നിനക്ക് കല്യാണം വേണം അത്രയല്ലേ, ഇപ്പോൾ തന്നെ പോയി ഞാൻ താലി കൊണ്ടുവന്ന് കെട്ടാമെന്ന് പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ബാച്ചിലേഴ്സിനെ കണ്ട അർജുൻ അവരോട്, ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ, എന്റെ പണി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പണി തുടങ്ങാം എന്ന് പറഞ്ഞു പോകുന്നു. മറ്റൊരു ഭാഗത്ത് രോഹിത്തിന്റെ പേഴ്സിൽ അവൻ താമസിക്കുന്ന ഹോട്ടൽ റെസീറ്റ് കണ്ട CI അവിടേക്ക് പോയി രോഹിത്തിനെ പിടിച്ച് നന്നായി തല്ലി അർജുൻ എവിടെയാണെന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു ഭാഗത്ത് ബാച്ചിലേഴ്സ് അവൻ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞ് അങ്ങനെ റൂമിലേക്ക് പോയി അലേഖയെ ബലമായി ഉപദ്രവിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് അലേഖ ഷോക്കായി ഉറക്കെ നിലവിളിക്കുന്നു. ഇനി നാരായണയ്ക്ക് തന്റെ മകളെ ഓർമ്മ വന്ന് അവളെ തിരഞ്ഞ് കാറിൽ സ്പീഡായി പോകുമ്പോൾ പോസ്റ്റിലിടിച്ച് ആക്സിഡന്റായി ബോധം പോകുന്നു. മറ്റൊരു ഭാഗത്ത് അർജുൻ താലി വാങ്ങി വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ഇവിടെ കിടലനൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോഴേക്കും അവിടേക്ക് CI തന്റെ ടീമുമായി വന്ന് ബാച്ചിലേഴ്സിൽ നിന്നും അലേഖയെ രക്ഷിക്കുകയും അവരെ നന്നായി തല്ലുകയും ചെയ്തിട്ടുണ്ടാകും. ഇനി അലേഖ അർജുനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. പോലീസുകാരെ കണ്ട അർജുൻ വീണ്ടും നല്ലവനെ പോലെ ഡ്രാമ തുടങ്ങുമ്പോൾ CI അർജുനെ തല്ലുന്നു. അതുകൊണ്ട് അലേഖ കരഞ്ഞുകൊണ്ട് അർജുൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അർജുൻ നല്ലവനാണ്, നിങ്ങളെ എൻ്റെ അച്ഛൻ അയച്ചതാണോ, എനിക്ക് അർജുനെ മതി, ഇനി ആരും വേണ്ട എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോൾ CI അർജുന്റെ തലയ്ക്ക് തോക്ക് ചൂണ്ടി തന്റെ വാഗോണ്ട് തന്നെ ആ ബാച്ചിലേഴ്സിന്റെ കൂടെ അലേഖയെ കിടത്താൻ പണം വാങ്ങിയ കാര്യം പറയിപ്പിക്കുന്നു. അത് കേട്ട അലേഖ അർജുന്റെ യഥാർത്ഥ രൂപം കണ്ട് ഷോക്കാകുന്നു. നെക്സ്റ്റ് സീനിൽ അങ്ങനെ CI അലേഖയെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ റോഡരികിൽ ആക്സിഡന്റ് ആയ നാരായണയുടെ ക്യാബ് കണ്ട് അവിടേക്ക് പോയി അലേഖ തന്റെ അച്ഛനെ കണ്ട് ഇമോഷണൽ ആകുമ്പോൾ നാരായണയും തന്റെ മകളെ കണ്ട് വളരെ ഇമോഷണൽ ആകുന്നു. നിനക്ക് ആ ആൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ മോളെ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അലേഖ ദേഷ്യത്തോടെ തന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച് അർജുനെ മുഖമടച്ച് തല്ലുന്നു. അതുകൊണ്ട് CI നാരായണയോട് കാര്യമെല്ലാം പറയുന്നു. ഇനി അങ്ങനെ നാരായണ അലേഖയെ ഹൈദരാബാദിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അലേഖയെയും തന്റെ ഭർത്താവിനെയും കണ്ട ലക്ഷ്മി എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നാരായണ അവളോട് പിന്നെ പറയാം എന്ന് പറയുന്നു. ഇനി പിന്നീട് അലേഖ തന്റെ തെറ്റ് മനസ്സിലാക്കി തന്റെ പാരൻസിനോട് സോറി പറയുന്നു. അങ്ങനെ വീണ്ടും നാരായണയുടെ ഫാമിലി ഹാപ്പിയായി ഇരിക്കുന്നു. ലോകം മുഴുവൻ നിനക്കെതിരെ തിരിഞ്ഞാലും നിനക്ക് വേണ്ടി ജീവൻ നൽകി പോരാടുന്ന ഒരാളുണ്ടാകും, അതാണ് നിന്റെ അച്ഛൻ എന്ന വാക്കോടെ മൂവി അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.